ക്ലാസ് 4-ൽ എത്തിയിട്ടുള്ള മിസ്സിന്റെ ചക്കര കുട്ടികളോട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് 3-ാം ക്ലാസ്സിൽ നിന്ന് 4-ാം ക്ലാസ്സിലേക്ക് എത്തുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇതപ്പോൾ ക്ലാസ് 4 എന്ന് പറയുമ്പോൾ LP-യിലെ തന്നെ ഏറ്റവും വലിയ കുട്ടികളാണ് നിങ്ങൾ, അല്ലേ? അപ്പൊ നിങ്ങളുടെ താഴെയാണ് ഇനി 3-ാം ക്ലാസ്സിലെയും 2-ാം ക്ലാസ്സിലെയും 1-ാം ക്ലാസ്സിലും. അപ്പൊ നിങ്ങളാണ് അവരുടെ ചേട്ടന്മാരും ചേച്ചിമാരും ആണ് നിങ്ങൾ. അപ്പൊ 4-ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മക്കളെ കാത്ത് അവിടെ വലിയൊരാൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, LSS എക്സാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഇപ്പൊ അതിന്റെ പേര് മാറ്റിയിട്ട് CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം എന്നാണ് ആക്കിയിട്ടുള്ളത്. പക്ഷെ LSS എന്നായിരുന്നു ആദ്യം അതിന്റെ പേര്. അപ്പൊ നിങ്ങൾ ഒത്തിരി പേര് കേട്ടിട്ടുണ്ടാവും, കാരണം നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് അതിന്റെ ക്യാമ്പ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും. ചില സ്കൂളുകളിൽ 3-ാം ക്ലാസ്സിൽ നിന്ന് തന്നെ LSS അല്ലെങ്കിൽ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, കോച്ചിങ് തന്നിട്ടുണ്ടാവും, അല്ലേ? ഇപ്പൊ 4-ാം ക്ലാസ്സിലെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ കോച്ചിങ് കൊടുക്കുന്ന കൂട്ടത്തില് നിങ്ങളോടും ചിലപ്പോൾ അവിടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓർക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം കുറച്ച് സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി മിസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് 4-ാം ക്ലാസ്സിലെ കുട്ടികൾ മാത്രമല്ലാതെ 3-ാം ക്ലാസ്സിലെ കുട്ടികളും നമ്മുടെ ക്ലാസ് അന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ 4-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഈ CM കിഡ്സ് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം എഴുതേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് അതിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്, എന്താണ് ആ എക്സാമിൻ്റെ പ്രത്യേകത. സാധാരണ ഇപ്പം എൻ്റെ മക്കൾ ഇപ്പോൾ ഓണം എക്സാം എഴുതിയിട്ടുണ്ടാവും, ക്രിസ്മസ് എക്സാം എഴുതിയിട്ടുണ്ടാവും, പിന്നെ അതാ പബ്ലിക് എക്സാം എന്ന് പറഞ്ഞിട്ട് മാർച്ചിലെ എക്സാം. ഈ 3 എക്സാംസുമാണ് എൻ്റെ മക്കൾ സാധാരണ എഴുതിയിട്ടുള്ളത്, അല്ലേ? അത് എഴുതിയിട്ടാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്. പിന്നെ സ്കൂളിൽ ടീച്ചർമാർ എന്തെങ്കിലുമൊക്കെ ഡിക്റ്റേഷനോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു യൂണിറ്റ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളൊപ്പമാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുള്ളത്, അല്ലേ? പക്ഷേ ഈ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കൂളിൽ മാത്രമല്ല, നമ്മുടെ ഓൾ കേരള ലെവലിലാണ് എഴുതുന്നത്. കേരളത്തിലെ മൊത്തം സ്കൂളിലെ കുട്ടികൾ എഴുതുന്നുണ്ടാവും. അപ്പം നിങ്ങൾ 3-ാം ക്ലാസ്സിൽ നിന്ന് 4-ാം ക്ലാസ്സിലേക്ക് പാസ്സായി പോയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ എക്സാം എഴുതാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പം നിങ്ങൾ 4-ാം ക്ലാസ്സിൽ എത്തിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ തുടങ്ങുമല്ലോ. ജൂണിൽ സ്കൂളൊക്കെ തുറന്ന് പുതിയ ബാഗുകളും പുത്തൻ കൊടയും പിന്നെ ബുക്സും ഒക്കെ ആയിട്ട് നിങ്ങൾ 4-ാം ക്ലാസ്സിലേക്ക് കയറി ചെല്ലില്ലേ? അപ്പോൾ ആ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ അവിടെ നന്നായിട്ട് ക്ലാസ്സസും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ക്ലാസ്സസ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ഓണം എക്സാം ഉണ്ടാവും, ക്രിസ്മസ് എക്സാം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ എക്സാംസിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് മാർക്ക് മേടിക്കണം. അങ്ങനെ നിങ്ങൾ ആരൊക്കെ നന്നായിട്ട് മാർക്ക് മേടിക്കുന്നുള്ള ടീച്ചേഴ്സ് നോക്കി വെക്കും. അങ്ങനെ നോക്കിയിട്ട് ഈ കഴിഞ്ഞ എക്സാംസിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യും? ആ ടീച്ചേഴ്സ് സെപ്പറേറ്റ് ഓരോ ക്ലാസ്സിലെ ടീച്ചേഴ്സ്, ഇപ്പം നിങ്ങളുടെ സ്കൂളിലെ ഇപ്പം നിങ്ങളുടെ 4-ാം ക്ലാസ് 4A 4B 4C എന്ന് പറഞ്ഞ ഒത്തിരി ഡിവിഷൻസ് ഇല്ലേ, അതിലെല്ലാ ക്ലാസ് ടീച്ചേഴ്സ് എന്തായിരിക്കും ഈ കഴിഞ്ഞ എക്സാംസിലൊക്കെ മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികളെ നോക്കി വെച്ചിട്ട് അവരുടെ പേര് മാറ്റി വെക്കും. എന്നിട്ട് ഈ കുട്ടികളെ മാത്രം സെലക്ട് ചെയ്യും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര കുട്ടികളുണ്ടാവും നിങ്ങളുടെ സ്കൂളിൽ എന്ന് പറയുമ്പോൾ, അല്ലെ? ഒത്തിരി കുട്ടികളുള്ള വലിയൊരു സ്കൂളായിരിക്കും നിങ്ങളുടെ, അല്ലേ? അപ്പം അത്രയും കുട്ടികളിൽ നിന്ന് നിങ്ങളെ മാത്രം ഇങ്ങനെ മാറ്റിയെടുത്തിട്ട് നിങ്ങളുടെ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്, അല്ല, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ആകെ വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ മാർക്ക് മേടിക്കുന്ന മിടുക്കന്മാരെയും മിടുക്കികളെയും മാറ്റിയിട്ട് അവർക്ക് പ്രത്യേക ക്ലാസ്സസ് കൊടുക്കും. ഈ പ്രത്യേക ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തൊക്കെയോ പഠിക്കാനുണ്ടോ? ഇല്ല. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളുടെ EVS, അതേപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ഇതൊക്കെ തന്നെയേ ഉള്ളൂ. പിന്നെ അതല്ലാതെ വേറൊരു കുഞ്ഞൊരാളെയും കൂടെ നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ പഠിക്കാനുണ്ടാവും. പൊതുവിജ്ഞാനം എന്ന് പറയും, ജനറൽ നോളജ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി സെപ്പറേറ്റ് കോച്ചിങ്ങുകളുണ്ടാവും, സെപ്പറേറ്റ് ക്ലാസ്സസ് നിങ്ങൾക്ക് 4-ാം ക്ലാസ്സിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ആ സ്കോളർഷിപ്പ് എക്സാം അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും? നല്ല മാർക്ക് വാങ്ങി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് സമ്മാനമുണ്ട്. അത് മാത്രമല്ല, പിന്നെ നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങൾ സ്റ്റാറാണ്. അപ്പം 4-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഇങ്ങനൊരു എക്സാം ഉള്ള കാര്യം കൂടെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. എന്നിട്ട് സാധാരണ 3-ാം ക്ലാസ് പോലെയല്ല, ഈ ഒരു എക്സാം കൂടെ നമുക്ക് അറ്റൻഡ് ചെയ്യണം, അല്ലേ? എനിക്ക് അടുത്ത തവണ ഞാൻ 4-ൽ എത്തുമ്പോൾ ഞാൻ എന്തായാലും എൻ്റെ സ്കൂളിൽ നിന്ന് സെലക്റ്റഡ് ആവുന്ന പിള്ളേരിൽ ഞാനും ഉണ്ടാവും. അതിനു വേണ്ടി ഞാൻ 1 മുതലേ പഠിച്ചു തുടങ്ങും. അതായത് സ്കൂൾ 4-ാം ക്ലാസ്സിൻ്റെ ക്ലാസ് തുടങ്ങുന്ന അന്ന് മുതലേ എന്ത് ചെയ്യും? ഞാൻ പഠിച്ചു തുടങ്ങും. എല്ലാ എക്സാമിലും നല്ല മാർക്ക് വാങ്ങും. എന്നിട്ട് ആ എക്സാമിനും ക്വാളിഫൈ ആവും എന്നുകൂടെ
കൂടെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം എൻ്റെ കുഞ്ഞുമണികൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ 4ാം ക്ലാസ്സിലേക്കുള്ള യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് പറഞ്ഞത്. കാരണം സാധാരണ നിങ്ങൾ എന്ത് ചെയ്യരുത്, 1ാം ക്ലാസ്സിന് 2ാം ക്ലാസ്സിൽ പോയ പോലെയോ 2ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ്സിൽ പോയതുപോലെയോ ഒരു എളുപ്പത്തിൽ ഈസി ആയിട്ട് പോവരുത്. 4ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താണ്, ഈ ഒരു കാര്യം കൂടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, വലിയ പിള്ളേരായി അല്ലേ, 3ാം ക്ലാസ്സിലുള്ള ആൾക്കാരും 2ാം ക്ലാസ്സിലെ ആൾക്കാർക്കും 1ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ എന്താണ്, ചേട്ടനും ചേച്ചിമാരുമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ 5ാം ക്ലാസ്സിലേക്കൊക്കെ പോകാനുള്ളതാണ്. അപ്പം 5ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ്, LSS എക്സാം ഒക്കെ ക്രാക്ക് ചെയ്ത കുട്ടിയാണ്, അതൊക്കെ അറ്റൻഡ് ചെയ്തെന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഭയങ്കര വെയിറ്റ് ആയിരിക്കും, നിങ്ങൾ വലിയ സംഭവമായിരിക്കും, നിങ്ങൾ വലിയ സെലിബ്രിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ മക്കളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ LSSനെ കുറിച്ച് ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ CM കിഡ്സിനെ കുറിച്ച് ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും. അറിയാത്ത ഏതെങ്കിലും കുഞ്ഞുമണികളുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെക്കേഷനൊക്കെ എൻ്റെ മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, കമൻസിൽ പറയുക, പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ ഒപ്പം തന്നെ നിങ്ങളുടെ 4ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് എത്രയേ ഉള്ളൂ. ചാച്ചാ ബൈ ബൈ. നമുക്കിനി 4ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സസിൽ കാണാം കേട്ടോ.